കണ്ടൻറ്റ് ഓരോ നിമിഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. അതിന് നമുക്ക് കണ്ടന്റിന് യാതൊരുവിധ ക്ഷാമവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ജിൻഡോ ഇല്ലാതിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ. അത്രയ്ക്ക് ശോകമുഖമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ജയിലിൽ ഇന്നലെ കണ്ടന്റ് ഉണ്ടാക്കി. ജയിലിൽ ജാസ്മിൻ്റെ വക കണ്ടന്റ് ഉണ്ടായിരുന്നു, ജിൻഡോയുടെ വക കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ജാസ്മിൻ ഇത്രയൊക്കെ ബഹളം വെക്കുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് ജിൻഡോ അനങ്ങാതെ ഒരിടത്ത് കിടന്നുറങ്ങുന്ന, കൂർക്കം മരിച്ച് കിടന്നുറങ്ങുന്ന ജിൻഡോയെ നമ്മൾ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് പല മത്സരാർത്ഥികളും വന്ന് അവിടെ നിന്ന് ഓരോ ഷോ കാണിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് ശേഷം ജാസ്മിന് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. പുറത്തുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലായെങ്കിലും അവർക്ക് ജാസ്മിനെതിരെ പ്രതികരിക്കാൻ എന്തോ ഒരു പേടി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നത്. അത് ജാസ്മിൻ വന്ന് ചോദിക്കുന്നുണ്ട് ബാത്റൂമിൽ കയറിയതിന് ശേഷം, നിങ്ങൾ സിഗരറ്റ് വലിച്ചോ? അപ്പം ജിൻഡോ ഒരു കാരണവശാലും സമ്മതിക്കാൻ തയ്യാറല്ല, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. പിന്നെ അതിനകത്ത് മണം നിൽക്കുന്നതോ അത് നേരത്തെ എങ്ങാനും വലിച്ചതാകാം എന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം വലിച്ച സിഗരറ്റിൻ്റെ മണമാകാം. അങ്ങനെ ജാസ്മിൻ പറഞ്ഞ് അവസാനം ഫ്രീദുവിനെ വിളിക്കുന്നു, ക്യാപ്റ്റനെ വിളിച്ച് പറയുന്നു. ക്യാപ്റ്റൻ വന്ന് പരിശോധിക്കുമ്പോഴും സിഗരറ്റിൻ്റെ മണമുണ്ട്. ജിൻഡോയുടെ സിഗരറ്റ് ലൈറ്റർ എവിടെയാണെന്ന് തപ്പുന്നു, ലൈറ്റർ കിട്ടുന്നില്ല. അവസാനം ഫ്രീദുവും അർജുനും എല്ലാവരും കൂടെ ജിൻഡോയുടെ റൂമിൽ പോയി അവിടെ തപ്പുന്നു. അവിടുന്ന് കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞപ്പം ജിൻഡോയുടെ ഒരു ഷോ ഇട്ടു. ജിൻഡോ അന്നേരം പറഞ്ഞു, എൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാകും. എൻ്റെ സാധനങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം ക്യാപ്റ്റനും ആരാണോ തപ്പിയത് അവർ രണ്ടുപേരും പറയേണ്ടി വരും എന്ന് പറയുന്ന ജിൻഡോയുടെ ഒരു മാസ് ഡയലോഗുണ്ട്. അതൊക്കെയാണ് ജിൻഡോയെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാക്കുന്നത്. ഏതായാലും ജയിലിൽ കിടക്കുമ്പോൾ സിഗരറ്റ് വലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഏതായാലും വലിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ജിൻഡോയുടെ മുഖഭാവം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ചില തമാശകളും ജിൻഡോയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഷോയെ മുന്നോട്ട് നയിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇത് മറ്റു മത്സരാർത്ഥി കാണുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ്. ഒരുപക്ഷെ ലാലേട്ടൻ വരുമ്പോഴും ചോദിക്കാം, ജയിലിൽ കിടക്കുമ്പോൾ ഇത് പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാം, അത് സർവ്വസാധാരണ. എനിക്ക് പക്ഷേ തോന്നിയത് ചെറിയ കള്ളങ്ങൾ നമ്മൾ കാണിക്കത്തില്ലേ, ആ കള്ളമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കള്ളങ്ങളാണ്. പക്ഷേ മറ്റുള്ളവർക്കതൊരു പ്രശ്നമായി മാറും ഇത് കേട്ടോ. അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും ജിൻഡോയുടെ ഇങ്ങനെയുള്ള ചെറിയ കളികളും കള്ളങ്ങളും ഇതൊക്കെ തന്നെയാണ് ജിൻഡോയെ നമുക്ക് പ്രിയങ്കരനാക്കുന്നത്.